2018 മഹാപ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട പോത്തുകൽ പഞ്ചായത്തിലെ വാണിയമ്പുഴ നഗറിലെ ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം എങ്ങുമെത്താതെ നീളുന്നു. പ്രളയം കഴിഞ്ഞ് 8 വർഷം പിന്നിട്ടിട്ടും ഇവർക്കായി ഒരു സ്ഥിര സംവിധാനം ഒരുക്കാൻ പട്ടികവർഗ വകുപ്പിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. കനത്ത മഴയിലും 4 തൂണുകളിൽ വലിച്ചുകെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിന് താഴെ നരകയാതന അനുഭവിക്കുകയാണ് ഈ മനുഷ്യർ. ദുരന്തങ്ങൾ വന്നു പോകുമ്പോൾ പ്രഖ്യാപിക്കുന്ന പാക്കേജുകളും വാഗ്ദാനങ്ങളും വെറും ജലരേഖകളാകുന്നതിന്റെ നേർക്കാഴ്ചയാണ് പോത്തുകൽ പഞ്ചായത്തിലെ വാണിയമ്പുഴയിൽ കാണാനാകുന്നത്. 2018 പ്രളയമാണ് ഇവരുടെ ജീവിതം തകർത്തത്. 8 വർഷമായിട്ടും ഈ മനുഷ്യർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടെന്നത് വെറുമൊരു സ്വപ്നം മാത്രമാണ്. 26ഓളം ആദിവാസി കുടുംബങ്ങളാണ് നിലവിൽ വാണിയമ്പുഴയിലുള്ളത്. ചില കുടുംബങ്ങൾ പ്രളയഭീതി നിലനിൽക്കുന്ന പഴയ സ്ഥലങ്ങളിൽ തന്നെ അപകടകരമായ സാഹചര്യത്തിൽ തുടരുമ്പോൾ ഭൂരിഭാഗം പേരും പ്ലാസ്റ്റിക് ഷീറ്റുകൾക്ക് താഴെ ചോർന്നൊലിക്കുന്ന താൽക്കാലിക ഷെഡുകളിലാണ് അന്തിയുറങ്ങുന്നത്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എത്ര കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചോ എത്ര വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു എന്നതിനെക്കുറിച്ചോ കൃത്യമായ ഒരു കണക്ക് പോലും പട്ടികവർഗ വകുപ്പിന്റെ കൈവശമില്ല എന്നതാണ്. ദുരിതബാധിതരുടെ എണ്ണവും അവർക്ക് എത്ര പുതിയ വീടുകൾ വേണമെന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ പട്ടികവർഗ വകുപ്പ് ഇപ്പോഴാണ് ഒരുങ്ങുന്നത്. ഈ കണക്കുകൾ ശേഖരിച്ച് പുതിയ പദ്ധതി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കാൻ ഇനിയും മാസങ്ങൾ വൈകുമെന്നാണ് സൂചന. പട്ടികവർഗ പുനരധിവാസം വികസന മിഷനിൽ ആവശ്യത്തിന് ഫണ്ട് അനുവദിച്ച് സർക്കാരിന് വളരെ വേഗത്തിൽ തീർക്കാവുന്ന പ്രശ്നമായിരുന്നിട്ടും തദ്ദേശ സ്ഥാപനങ്ങളോ വകുപ്പ് അധികൃതരോ ഇതിനായി മുൻകൈ എടുത്തില്ല എന്നതിൽ വലിയ ജനരോക്ഷമാണ് ഉയരുന്നത്. മഴക്കാലം വന്ന കതിയേട് തന്നെ ഇത് തന്നെ കതിയേട് ഏറെ പേരെന്റെ കതിയേട് തന്നെ ഒന്നും തിന്നാ കിട്ടിട്ടില്ലെങ്കിലും നല്ല പേരിൽ കഴിയാലോ. അപ്പൊ അതൊന്നും ഇല്ലേ. വെറും കീറ ചീറ്റിന്റെ ഉള്ളിൽ നനഞ്ഞിട്ടും വിറച്ചിട്ടും കെട്ടിമറിഞ്ഞിട്ടും നിക്കലും നല്ലത് എന്തൊരു ഗതികേടാ. അതൊക്കെ തന്നെ ഗതികേട്. എപ്പോഴാ പേരെ കിട്ട അതുവരെ അങ്ങനെ നിക്കും. മഴ പെയ്താൽ ഇപ്പൊ എന്താ കാട്ടക്ക് പോണോലും കൂടി പോകൂല. ചോരുന്നുണ്ട്. ചോറുന്നത് കൊണ്ടല്ലേ ഞാനിങ്ങനെ പറയണത്. ചോരിൽ തന്നെയാ. പാത്രമൊക്കെ വെച്ച് കൊടുക്കും. വലിയ ചരുവ ബക്കറ്റൊക്കെ വെച്ച് കൊടുക്കും ചോരുന്ന അവിടെ. എന്നിട്ട് ഉറങ്ങും. അത് നിറയുമ്പോ കൊണ്ട് ചിന്തി കൊടുക്കും. നല്ലത് ഇപ്പൊ എന്താ അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടി പോണു. എങ്ങനെ ആവിയൊക്കെ തന്നിട്ടില്ലേ. തരും തോന്നുന്നു. മഴക്കാലം കഴിയട്ടെ തരാന്. 2019 ഞങ്ങളിപ്പോൾ ഇതേ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണോ ഞങ്ങൾ നിൽക്കേണ്ടത്? അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും മാറ്റം വരുമോ സർക്കാർ ഭാഗത്തുനിന്ന്? അല്ല, ഇതിലേറെ നല്ലത് പറയുമ്പോൾ ഞങ്ങളെ കൊല്ലുന്നതാണ് നല്ലത്. മഴ പെയ്ത സീറ്റെല്ലാം ചോർന്ന് പോവുകയാണ്. വേനലായി കഴിഞ്ഞാൽ ചൂട് കൊണ്ട് നിൽക്കാനും പറ്റുന്നില്ല. ഒരു വെട്ടവും കറണ്ടും ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ 5-8 വർഷം ഞങ്ങൾ ഇതേ ഒരു അവസ്ഥയിൽ ജീവിച്ചു പോകണം. കുഞ്ഞു കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്. ഇവരൊക്കെ കൂരി ഇരുട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആന വരുന്നുണ്ട്, മറ്റു വേറെ മൃഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനൊന്നും ഒരു മാറ്റം ഞങ്ങൾക്ക് കിട്ടണില്ല. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ട്. മനുഷ്യന്മാരുടെ പോലെ ജീവിച്ചു പോണ്ട ഇങ്ങനെ. അല്ലെങ്കിൽ കാടിനുള്ളിൽ ഇങ്ങനെ ജീവിച്ചിക്കണം. ഇല്ലല്ലോ. പാച്ചാട്ടെ എന്ന് പറയും. പിന്നെ പാസ്സാകുമ്പോൾ ഒരു വീടൊക്കെ ഇല്ല. ആ അല്ല, അപ്പം പറഞ്ഞത് ഓണത്തല്ലേ. എന്നാൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു ആശ്വാസ വാർത്തയുള്ളത് ഇതേ മേഖലയിൽ നിന്നാണ്. 2018 പ്രളയത്തിൽ വാണിയമ്പുഴ, ഇരുട്ടുകുത്തി, കുമ്പളപ്പാറ, തരിപ്പപ്പൊട്ടി എന്നീ ആദിവാസി നഗറുകളെ ബന്ധിപ്പിച്ചിരുന്ന ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഏക നടപ്പാലം തകർന്നിരുന്നു. വർഷങ്ങളായി ഇവർ നടത്തിവന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ പുതിയ പാലത്തിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599900 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്.